ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങും മുട്ടയും വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. കറികളോട് കൂടി കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ കറികളില്ലാതെ വെറുതെ തിന്നാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കിഴങ്ങ് നമ്മൾ ഇതുപോലെ മിക്സിയിൽ അരയ്ക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴാണ് നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കിഴങ്ങിനനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത്. അടുത്തതായി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇതേപോലെ 3 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പലഹാരം കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കാനായിട്ട് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇതുപോലെ നിറച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ്, വീഡിയോയിൽ കാണാനൊരു ഭംഗിക്ക്. ഇനി കളറൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അടുത്തതായി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യുടെ മണം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ബട്ടർ ഉരുക്കി ഒഴിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ അരിഞ്ഞു കിട്ടിയിട്ടില്ല. ഈ ഒരു കിഴങ്ങ് പൊടി പൊടിയായിട്ട് അവിടെ ഇവിടെ കിടപ്പുണ്ട്. കുറച്ചുകൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അരിഞ്ഞു കിട്ടിയേനെ. ഞാനിത് പെട്ടെന്ന് തയ്യാറാക്കാനുള്ള ആ ഒരു ധൃതിയിൽ ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യാതെ തന്നെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ പരന്ന ദോശയൊക്കെ ചുട്ടെടുക്കുന്ന അതേപോലെ ഇതൊന്ന് മുരിഞ്ഞു വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. എന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 4-5 സെക്കൻഡ് ഈ ഒരു ഭാഗം ഒന്ന് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാവുന്നതാണ്. ഭയങ്കര എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൊരിഞ്ഞ പലഹാരമാണ്. ചൂടോടെയാണ് ഇത് നല്ല പോലെ മൊരിഞ്ഞിരിക്കുന്നത്. ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് കുഴഞ്ഞു പോകും. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനാണെന്നുണ്ടെങ്കിലും ചൂടാറി കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ്. കറികളോട് കൂടിയോ കറികളില്ലാതെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ഞാനെടുത്തിട്ടുള്ള ഈ ഒരു അളവിന് 6 ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 3 എണ്ണം ചൂടോടെ തന്നെ ഇവിടെ പിള്ളേർ കഴിക്കൽ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ 3 എണ്ണം ആയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.